അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും ഓടുകയാണ്, എന്നാൽ ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ. പക്ഷേ ഈ ഓട്ടം ഓടുന്നതിന് വളരെയേറെ ട്രെയിനിങ് ആവശ്യമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ, അംഗം പൊരുന്നവർ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അവർ എല്ലാ തരത്തിലുള്ളതായ ഭക്ഷണം കഴിക്കുകയില്ല. അവർക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർ എല്ലാ സ്ഥലങ്ങളിലും പോയിരിക്കുകയില്ല. അവർ മദ്യപാനികളായിരിക്കുകയില്ല. മദ്യശാലകളിൽ കാണുകയില്ല. അവരുടെ കൂടുതൽ സമയം അവർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. തങ്ങളുടെ ശരീരം അതിനനുയോജ്യമായ രീതിയിൽ തങ്ങൾ ഏത് കളിക്ക് വേണ്ടിയാണോ നിയോഗിക്കപ്പെട്ടത്, തങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ കൂടുതൽ മികവ് പുലർത്തേണ്ടത്, അതിനുവേണ്ടി അവരുടെ ബോഡി അതിന് തക്കവണ്ണം എക്യുപ്ഡ് ആക്കുവാൻ, അതിന് തക്കവണ്ണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അവർ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്നു. ഒരുപാട് എക്സർസൈസ് ചെയ്യുന്നു. ഒരുപാട് ബാക്കിയുള്ള സാധാരണക്കാരായ മനുഷ്യർ രാവിലെ കിടന്നുറങ്ങുമ്പോൾ ഇവർ അതിരാവിലെ എഴുന്നേറ്റ് തങ്ങളുടെ ശരീരത്തെ ക്രമീകരിക്കുന്നു. ഒരിക്കലും നാം വെറുതെ ഇരുന്നാൽ ഒരു ഓട്ടക്കളത്തിലും നാം ജയിക്കുന്നവരായി തീരുകയില്ല. ഒരു മത്സരത്തിലും നാം ജയിക്കുന്നവരായി തീരുകയില്ല. അതിന് കഠിനാധ്വാനം ആവശ്യമാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈ ലോകത്തിലെ ഓട്ടത്തെക്കുറിച്ചല്ല, സ്വർഗീയ നാടിനെ നോക്കിയുള്ളതായ നമ്മുടെ പോർക്കളത്തിൽ, ഈ പോരാട്ട ജീവിതത്തിൽ, ഈ ഓട്ടം ഓടുമ്പോൾ നമുക്ക് മുൻപിൽ ഒരു വാടാത്ത കിരീടമുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ളവർ ഓടുന്നത് വാടുന്ന കിരീടത്തിന്, തീർന്നു പോകുന്ന നിലനിൽപ്പില്ലാത്ത സമ്പത്തിന് വേണ്ടിയാണ്, നിലനിൽപ്പില്ലാത്ത ഒരു കിരീടത്തിന് വേണ്ടിയാണ്. ആ കിരീടം ഈ ഭൂമി വിട്ടുപോകുമ്പോൾ അവരാരും ഒരിക്കലും കൊണ്ടുപോകുകയില്ല. എന്നാൽ സ്വർഗത്തിലെ അപ്പന്റെ സുവിശേഷ വയലിൽ നാം പോരാടിയാൽ നമുക്ക് വേണ്ടി ഒരു വാടാത്ത കിരീടം പ്രാപിച്ചിരിക്കുന്നു. ജെമീമ റോഡ്രിഗസ് എന്ന ആ ക്രിക്കറ്റ് കളിക്കാരിയെ കുറിച്ച് ഇപ്പോൾ നാം എല്ലാ സോഷ്യൽ മീഡിയകളിലും എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് തന്റെ ഫൈനലിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നെ ജയിക്കുവാൻ സഹായിച്ചതെന്നും ദൈവത്തിന്റെ വചനമാണ് എന്നെ ശക്തിയോടെ പിടിച്ചു നിർത്തിയതെന്നും സാക്ഷ്യം പറഞ്ഞു. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ക്രിക്കറ്റ് ഉപേക്ഷിച്ച് കർത്താവിന്റെ പോർക്കളത്തിൽ ഇറങ്ങിയ ഒരു മിഷണറിയെ കുറിച്ച് ഞാൻ അല്പമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് C.T. സ്റ്റഡ് എന്നാണ്. ചാൾസ് തോമസ് സ്റ്റഡ്. വലിയൊരു ഫാമിലിയിൽ, ഇംഗ്ലണ്ടിലെ വലിയ സുപ്രസിദ്ധമായ ഒരു കോടീശ്വര ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു മകനായിരുന്നു C.T. സ്റ്റഡ്. തന്റെ കുടുംബത്തിലെല്ലാം ഉണ്ടായിരുന്നു. കൊട്ടാരം പോലുള്ളതായ വീട്, ധാരാളം സമ്പത്ത്, വീട്ടിൽ ധാരാളം ജോലിക്കാര്, എല്ലാ സുഖ സൗകര്യങ്ങളും. അതെ, ഇംഗ്ലണ്ടിലെ ഏറ്റവും നല്ല കോളേജുകളിലും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിലുമാണ് താൻ പഠിച്ചിരുന്നത്. തന്റെ സഹോദരങ്ങൾ, മൂത്ത 2 സഹോദരങ്ങളും സ്റ്റഡും, അവർ 3 പേരും കേംബ്രിഡ്ജിലെ വലിയ ക്രിക്കറ്റ് കളിക്കാരായിരുന്നു. ലോകത്തെ കീഴടക്കുന്ന ഇംഗ്ലണ്ടിന്റെ താരങ്ങളായിരുന്നു. വളരെ പ്രസിദ്ധി ആർജിച്ച, വളരെ പ്രശസ്തരായി തീർന്ന ക്രിക്കറ്റേഴ്സ് ആയിരുന്നു. പക്ഷേ തന്റെ 25-ാമത്തെ വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കീഴടക്കിയപ്പോൾ സുവിശേഷത്തിന് വേണ്ടി, അത് ലോക രാജ്യങ്ങളെ സുവിശേഷീകരിക്കുവാൻ, ഒന്നുമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ചൈനയുടെ മലമടക്കുകളിലേക്ക് കടന്നു എന്ന് ഒന്നും അറിയാത്ത നിരക്ഷര കുക്ഷികളായ ജനത്തോട് സുവിശേഷം പങ്കുവയ്ക്കുവാൻ വേണ്ടി തന്റെ പേരും പ്രതാപവും കളഞ്ഞ ഒരു വിശ്വസ്ത പടയാളിയായിരുന്നു. കർത്താവിന്റെ വിശ്വസ്തനായ ഒരു പോരാളിയായിരുന്നു C.T. സ്റ്റഡ്. ഹല്ലേലൂയ. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. ദാറ്റ് വിച്ച് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അത് അതിവേഗം തീർന്നു പോകും. പക്ഷേ യേശുക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. ഹല്ലേലൂയ. തന്റെ കാഴ്ചപ്പാട് അതായിരുന്നു. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ, എന്റെ യേശു ദൈവമാകുന്നുവെങ്കിൽ, എന്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ ഞാൻ അവന് വേണ്ടി ചെയ്യുന്നത് ഒന്നും അധികമാവുകയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. തന്റെ സുഖ സൗകര്യങ്ങളെല്ലാം, തന്റെ കൊട്ടാരം പോലുള്ള വീടും സുഖ സൗകര്യങ്ങളെല്ലാം വിട്ട് ഈ മിഷണറി വേലയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി തന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ട് അദ്ദേഹം ചൈനയുടെ മണ്ണിലേക്ക് യാത്ര തിരിച്ചു. ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. രോഗിയായി മാറി,
കുടുംബമായി കർത്താവിന്റെ വേല ചെയ്തു. ചൈനയുടെ മണ്ണിൽ 10 വർഷത്തോളം, ഇന്ത്യയുടെ മണ്ണിൽ 6 വർഷത്തോളം, അതിനുശേഷമുള്ളതായ അദ്ദേഹത്തിന്റെ മരണം വരെയുള്ളതായ കാലയളവ് ആഫ്രിക്കയിലാണ് സുവിശേഷ വേല ചെയ്തത്. നരഭോജികളായ മനുഷ്യരുടെ ഇടയിൽ കർത്താവിന്റെ സുവിശേഷത്തിന്റെ സ്നേഹത്തിന്റെ സുവിശേഷവുമായി തന്റെ പദവിയും തന്റെ എല്ലാമായിരുന്ന ക്രിക്കറ്റ് ഉപേക്ഷിച്ച് സുവിശേഷ കളത്തിലിറങ്ങിയ ഒരു പോരാളി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അതെ, അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒന്നായിരുന്നു. ഈ ഭൂമിയിൽ ലഭിക്കുന്ന വാടുന്ന കിരീടത്തിന് വേണ്ടിയല്ല, നഷ്ടപ്പെട്ടു പോകുന്ന കിരീടത്തിന് വേണ്ടിയല്ല, വാടാത്തതും നിലനിൽക്കുന്നതുമായ ഒരു കിരീടം തന്നെ തേടിയിരിക്കുന്നുണ്ട് എന്നുള്ളതായ വാസ്തവികമായ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഭൂമിയിലെ പ്രതാപങ്ങളെ വലിച്ചെറിഞ്ഞു. പ്രിയപ്പെട്ട ദൈവവേദലേ, എന്നെ കേൾക്കുന്ന ദൈവദാസനെ, എന്നെ കേൾക്കുന്ന ദൈവദാസിയെ, ഒരുപക്ഷെ നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാം ഉപേക്ഷിച്ചവരായിരിക്കാം. എല്ലാം കളഞ്ഞ് കർത്താവിന്റെ വയലിൽ വേല ചെയ്യുന്ന ഒരു ദൈവദാസനായിരിക്കാം, ഒരു ദൈവദാസിയായിരിക്കാം. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒറ്റപ്പെടുത്തലുകളിലൂടെയും എല്ലാം കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളെ തേടി ഒരു വാടാത്ത കിരീടം ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അത് കാണുന്നുണ്ടായിരിക്കില്ല. പക്ഷെ സ്വർഗത്തിലെ അപ്പൻ അത് ഒരിക്കലും വാടിപ്പോകാത്ത ഒരു മുടി മെടയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു വാടിപ്പോകാത്ത ഒരു കിരീടം നമുക്ക് വേണ്ടി മെടയുന്നുണ്ട്. പരിശുദ്ധ റൂഹ നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ പൊൻകിരീടം പരിശുദ്ധാത്മാവ് നമ്മുടെ ശിരസിൽ വെക്കുന്നതായ ഒരു ദിവസമുണ്ട്. ഈ ഭൂമിയിൽ എല്ലാം ഉപേക്ഷിച്ചു പോയതായ സുഖ സൗഭാഗ്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞ ഒരു മണ്ടനാണെന്നോ ഒരു മണ്ടിയാണോ ഇവളെന്ന് ഈ ലോകം പറയുമായിരിക്കും. പക്ഷെ സ്വർഗത്തിലെ അപ്പൻ നിങ്ങളെ വിശുദ്ധനെന്ന് എണ്ണിക്കൊണ്ട്, അതെ, എന്റെ ഏറ്റവും പ്രിയദാസൻ, വിശ്വസ്തനും നല്ലവനുമായ ദാസനെ, വിശ്വസ്തനും നല്ലവളുമായ ദാസിയെ എന്ന് എല്ലാ വിശുദ്ധന്മാരും എല്ലാ സ്വർഗീയ സേന ഗണങ്ങളും എല്ലാ ഏഞ്ചൽസും എല്ലാം കാണുക വിളിച്ചു പറയുന്നതായ ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. വാടാത്ത കിരീടം പ്രാപിക്കുന്ന ഒരു ദിവസം. ആ ദിവസത്തിന് വേണ്ടിയാണ് നാം ഇന്ന് കർത്താവിന്റെ വയലിൽ പോരാടുന്നത്. ഹല്ലേലൂയ. അതെ, കർത്താവ് നമ്മെ വിളിച്ചിറക്കിയിരിക്കുന്നത് വെറുതെയല്ല. നമ്മുടെ കർത്താവ് നമ്മെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. ഈ ഭൂമിയിൽ നമുക്കൊന്നുമില്ല എന്ന് തോന്നിയാലും എല്ലാം സൗഭാഗ്യത്തോടെ അനുഭവിക്കാൻ നമുക്ക് ലഭിക്കുന്നതായ എല്ലാ സൗഭാഗ്യങ്ങളും ഈ കർത്താവിന്റെ എല്ലാ സ്നേഹവും അനുഭവിക്കാൻ കഴിയുന്നതായ, അതെ, മരണമില്ലാത്ത നാട്ടിൽ, ദുഃഖങ്ങളില്ലാത്ത നാട്ടിൽ, സങ്കടങ്ങളില്ലാത്ത നാട്ടിൽ, ഹല്ലേലൂയ, കർത്താവിനോടൊപ്പം ഒരുമിച്ച് വാഴുന്ന ഒരു ദിനമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഈ ഭൂമിയിൽ നമ്മുടെ ജീവനുള്ള കാലമെല്ലാം ഉയർത്താം. കർത്താവിന്റെ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതിനെ ചുട്ട് ചേർന്ന് നമുക്കും പറയാം. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഏതു വിധേനയും ഈ നല്ലവനായ സ്നേഹവാനായ, നമ്മെ സ്നേഹിച്ച, നമ്മെ ലോകത്തിൽ നിന്ന് വേർതിരിച്ച, നമ്മളെ വിടുവിച്ച, പാപക്കെണിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ നമ്മുടെ ആയുസ് എന്നേക്കുമായി യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് വീണ്ടും ഫലമേൽപ്പിക്കാം. നല്ലവനായ യേശുവിന്റെ സ്നേഹം നമ്മെ ഓരോരുത്തരെയും ആ സ്നേഹം കൊണ്ട് പൊതിയട്ടെ. കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ.